ഇതാണ് എൻ്റെ നിയോജകമണ്ഡലം. ഇവിടുത്തെ കാറ്റിനും മണ്ണിനും വായുവിനും വരെ എന്നെ അറിയാം. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്. എടാ കുട്ടഷറഫേ, നീ ഒന്ന് വെള്ളയ്ക്ക് ഹജ്ജിന് പോണ? ഇത് എൻ്റെ കളിക്കൂട്ടുകാരൻ സതീശൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചങ്ങാതിയാണ്. എന്ത് പരിപാടി? അളിയാ നാറ്റിക്കില്ലേ, ഞാനല്ലേ ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഏത് പാർട്ടി? ഇപ്പൊ UDC സ്ഥാനാർത്ഥി ഞാനല്ലേ. നീ CDM എന്നൊക്കെ മാറിയ അപ്പൊ? അളിയാ, ഇതാണ് എൻ്റെ ചിഹ്നം, അണ്ടി മാങ്ങാണ്ടി. അതെന്റെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് നീ പാർട്ടി മാറിയാ? എടാ, ഇനി പാർട്ടി മാറാൻ വേറെ പാർട്ടിയൊന്നുമില്ല. കംപ്ലീറ്റ് പാർട്ടി ചാടി നീ ഇവിടെ എത്തി. അവര് കള്ളന്മാര്, നിലപാടില്ലാത്ത ആളുകള്. ഈ വലിയ സത്യസന്ധം പോടാണ്. ഇത്തവണ ഞാൻ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ലഹരി മാഫിയയും പിന്നെ സാമൂഹിക വിരുദ്ധരെയൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി മണ്ഡലത്തെ ശുദ്ധീകരിക്കും. എടാ, നീ കഞ്ചാവ് കേസിനകത്ത് പോയല്ലടാ. ഇവന്റെ പോക്കറ്റിൽ സ്റ്റാമ്പ് ഉണ്ടായിരുന്നെന്നാണ് പണ്ട് പറഞ്ഞത്. അത് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒപ്പിടാനുള്ള സ്റ്റാമ്പില്ലേ, അതായി പറയണേ. ഹയർ സ്റ്റഡീസ് ബാംഗ്ലൂർ ആയിരുന്നല്ലേ? അത് എനിക്ക് ചെറുപ്പകാലം പോലെ ഹയർ സ്റ്റഡീസ് ബാംഗ്ലൂർ ചെയ്യണം. വെറുതെ പെണ്ണ് കേസിനിവിടെ കെട്ടിയിട്ട് അടിച്ച് അങ്ങനെ നാട്ടുകാരെ ഇവന്റെ അച്ഛൻ പറഞ്ഞു വിട്ടാണ്. കള്ളം പറയാടാ. വിജയം ഉറപ്പിക്കാവോ? ഓ, തീർച്ചയായിട്ടും 100%. ചുമ്മാ ഇവന് ഒരാൾ വോട്ട് ചെയ്യൂല, ഇവന്റെ അച്ഛൻ പോലും വോട്ട് ചെയ്യൂല. ഉഷ ചേച്ചിയാണ് അപ്പുറത്തേക്ക്. അങ്ങനെ അവർക്ക് ആണ് വോട്ട് ചെയ്യണത്. സാറിന്റെ വിദ്യാഭ്യാസം? ഞാൻ ഇവനും മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിഞ്ഞൂടാ. ചേച്ചി നിന്റെ അച്ഛൻ കൂടെ കാണും. ഞാൻ നാട്ടിലെ കുറച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് മലയാളം എനിക്ക്. ഇവന് ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷിൽ എഴുതാം, ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞൂടാ അവന്. പ്രമുഖ നടിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അത് നമ്മൾ ഈ പൊതുപ്രവർത്തകനാണല്ലോ. അപ്പം മോഹൻലാല് പിണറായി വിജയൻ സഖാവിന്റെ വീട്ടിൽ വെച്ച് വരെ ഇന്റർവ്യൂ നടത്തി. അത് അയാളെ വീട്ടിൽ വെച്ചിട്ടല്ലേ? നീ മറ്റേ പാതിരാത്രി ഹോട്ടലിൽ വെച്ചിട്ടല്ലേ നിന്നെ പിടിച്ചത്? സതീശ, സാറ് ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ അങ്ങേരെ അവിടെ ഇരുന്നോട്ടെ. അയാൾ അവിടെ എന്തിനാ പ്രധാനമന്ത്രി ഇവിടെ ഫുള്ള് റോഡ് എന്തിനാ അങ്ങേര് വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. പ്രധാനമന്ത്രി ഒന്നില്ല, ഞങ്ങൾ നമ്മുടെ എല്ലാം വികാരമായ ലാലേട്ടനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ലാലേട്ടൻ നിന്റെ അച്ഛനാ മോഹൻലാൽ. വിളിച്ചാ ഉടനെ വരാൻ. ദുൽഖർ വിളിച്ചാ വരൂല. ദുൽഖർ വിളിച്ച മമ്മൂട്ടിയല്ലേ. പ്രണവ് വിളിച്ചാ വരൂല. സതീശ, പറഞ്ഞോളൂ അടുത്ത ചോദ്യം. എടാ പിന്നെ വേറൊരു കേസ്. ഇവിടെ നേരത്തെ ഒരാൾ വന്ന് പറഞ്ഞ് നിന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ലെന്ന്. നിന്നെ പാർട്ടിയിൽ നിർത്തൂല. നീ വോട്ടർ ലിസ്റ്റിൽ ഇല്ല, നിന്റെ പേരില്ല. ഇവിടെ ആളൊന്ന് അന്വേഷിച്ച് വോട്ടർ ലിസ്റ്റിൽ നീ ഇല്ല. ഇപ്രാവശ്യം മത്സരിക്കാൻ പറ്റുള്ളൂ നിനക്ക്. സതീശ, സത്യം. അമ്മയാണ് തന്നെ. നീ വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ച് നോക്ക്. നിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ചാൾ ഞാൻ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടേ ഈ ലിസ്റ്റിൽ പേര് നമ്മൾ ഈ നാട്ടുകാർ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാട്ടാ. പെങ്ങളെ, ആ സതീശിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ?